റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം ഇസ്ലാമിൻ്റെ പടിഞ്ഞാറൻ ദേശങ്ങളിലുള്ള വിജയമാണ് എന്നുള്ളതിലോട്ട് എന്തെല്ലാം തെളിവുകളാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആ ഹദീസിൽ പറയുന്നത് ഇപ്രകാരമാണ്: സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതാണ്. അത് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും കാണുന്നതാണ്. അവരെല്ലാവരും ആ കാഴ്ച കണ്ട് വിശ്വസിക്കുന്നതാണ്. എന്നാൽ ആ സമയത്ത് അവരുടെ വിശ്വാസം ഫലം ചെയ്യുന്നതല്ല. ഇതാണ് ഈ ഹദീസിൽ പറയുന്ന കാര്യം. ഈ ഒരു ഹദീസിന് നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ അവരുടെ പ്രാമാണിക ഭദ്രമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പല പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് റിപ്പീറ്റ് ചെയ്ത് പറയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. നമുക്ക് ഈ ഹദീസിനെ പരിശോധിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ പരിശോധിക്കാം. സൂറത്തുൽ അഹ്സാബിലെ, അതായത് 33-ാമത്തെ സൂറത്തിലെ 62-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിച്ചാൽ, അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്യുകയില്ല എന്ന് ആ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നതാണ്. അള്ളാഹു എന്തൊരു നടപടിക്രമമാണോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ ചെയ്തു പോരുന്നത്, ആ ഒരു നടപടിക്രമത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്തിൽ യാതൊരു വ്യതിചലനവും യാതൊരു മാറ്റവും കാണാൻ സാധിക്കില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ്റെ ആയത്താണ്. ഇതേ ഒരു ആയത്ത്, അതായത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഈ ഒരു ആയത്ത് ഫത്ഹ് സൂറത്തിലെ 23-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്നുള്ള ഇബ്നു മാജയിലെ ഹദീസുകൾ. ആ ഹദീസ് ബാഹ്യമായ അർത്ഥത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകൾക്ക് ഈ ഹദീസ് വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. ഈ നടപടിക്രമം എന്ന് പറഞ്ഞാൽ സൂര്യൻ കിഴക്ക് ഉദിച്ചു വരുന്നത് സൂര്യനെ ഭൂമി ചുറ്റുന്ന ദിശക്കനുസരിച്ചാണ്. ഇതിലൊരു മാറ്റം സംഭവിക്കുമ്പോഴാണ് കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്. അപ്പോൾ കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ, ഈ കത്തിജ്വലിച്ച് ആകാശത്ത് നിൽക്കുന്ന ഈ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് പറയുന്ന ആ ഒരു ഹദീസിനെ അത്തരത്തിൽ വിശദീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾക്ക് ഈ ഹദീസ് വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്യുന്നതല്ല. ആ നടപടിക്രമത്തിന് വിരുദ്ധമായി അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ ചെയ്തു പോകുന്ന ഒരു കാര്യത്തെ ഒരു രാത്രി കൊണ്ട് മാറ്റുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് വിരുദ്ധമാണ് എന്നും അങ്ങനെ നടപടിക്രമത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ നിലക്ക് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അതിൻ്റെ യഥാർത്ഥ വശം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ അൽ അഹ്സാബ് സൂറത്തിലെ 33-ാമത്തെ സൂറത്തിലെ 46-ാമത്തെ വചനത്തിൽ കാര്യം കൃത്യമായി പറയുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സിറാജും മുനീർ, കത്തിജ്വലിക്കുന്ന പ്രകാശം എന്നുള്ള വിശേഷണമാണ് അവിടെ നൽകിയിരിക്കുന്നത്. സ്വയം പ്രകാശിക്കുക മാത്രമല്ല മറ്റുള്ളവരിലോട്ടും പ്രകാശം നൽകുന്ന സിറാജും മുനീറായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ ഉപമിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാജും മുനീറാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സിറാജും മുനീർ എന്നുള്ള ഒരൊറ്റൊരു പദം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിജ്വലിക്കുന്ന സൂര്യനാകുന്ന കത്തിജ്വലിക്കുന്ന പ്രകാശമാണ്, സിറാജും മുനീറാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ പടിഞ്ഞാറൻ ദേശങ്ങൾ നമുക്കറിയാം. പടിഞ്ഞാറൻ ദേശങ്ങൾ ഒരു നീണ്ട കാലഘട്ടത്തോളം ഇസ്ലാമിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മുൻപന്തിയിൽ ഉണ്ടായിരുന്നവരുമാണ് ഈ പാശ്ചാത്യ നാടുകൾ. ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായി ഭൗതികതയിൽ അലിഞ്ഞ് ജീവിച്ചിരുന്നൊരു ജനസമൂഹം. ആ നാടുകളിൽ നിന്നും യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും എല്ലാം കൊടികൾ ഉയർന്നു വന്നിരുന്ന ഒരു നാട്. ഈ നാട്ടിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് പരിശോധിച്ചാൽ അന്ന് ഓരോ വർഷവും മില്യൺ കണക്കിന് ആളുകളാണ് അവിടെ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പടിഞ്ഞാറൻ ദേശങ്ങളിൽ സൂര്യനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച ദീനുൽ ഇസ്ലാമിൻ്റെ വിജയത്തെ സംബന്ധിച്ചുള്ള പ്രവചനമാണ്. പരിശുദ്ധ ഖുർആനിലെ അൽ തക്വീർ, അതായത് പരിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ സൂറത്തിലെ ആദ്യത്തെ ആയത്ത് തന്നെ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് സൂര്യൻ ചുരുട്ടിക്കൂട്ടപ്പെടുന്ന ഒരു നാളിനെ സംബന്ധിച്ച്, അതെ, സൂര്യൻ പ്രപഞ്ചം തന്നെ ചുരുട്ടിക്കൂട്ടപ്പെടുന്ന ഒരു നാളിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്.
ആ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച ആ പ്രവചനത്തോടൊപ്പം തന്നെ കൂട്ടി വഹിക്കേണ്ട പരിശുദ്ധ ഖുർആൻ്റെ ഇൽമ്, ഒരു ആയത്തിൽ തന്നെ പല അറിവുകളും നമുക്ക് ലഭ്യമാകുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ സൂര്യൻ ചുരുട്ടിക്കൂട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൊണ്ടുവന്ന സത്യവിശ്വാസം, ആ സത്യവിശ്വാസം ഒരു കാലഘട്ടത്തിൽ ദുറയ്യ നക്ഷത്രം വരെ ഉയർന്നു പോകും, ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയപ്പെടും. അതായത് റസൂലുള്ളയാകുന്ന സൂര്യൻ, ആ സൂര്യൻ്റെ പ്രകാശം ചുരുട്ടിക്കൂട്ടപ്പെടുന്ന, അതായത് നമ്മുടെ പണ്ഡിതന്മാരാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആകാശത്തിന് കീഴിൽ നികൃഷ്ടരായിരിക്കും എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എന്തെന്നാണോ പഠിപ്പിച്ചത് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇസ്ലാമിൻ്റെ ഒരു ശോചനീയമായ കാലഘട്ടത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രവചനം ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഉമ്മത്ത് ജൂതനോട് ചാണിന് ചാണായും മുയത്തിന് മുയവുമായി പിൻപറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പം ഇങ്ങനെ കക്ഷികളായി പിരിയുന്ന ഒരു അവസ്ഥയെ പറ്റിയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രവചനം ചെയ്തിട്ടുണ്ട്. അപ്പം സൂര്യൻ ചുരുട്ടപ്പെടുന്ന ഒരു നാള് എന്നുള്ളത് ഈ നാളിനെ സംബന്ധിച്ചുമുള്ള ഒരു പ്രവചനമാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചു വരും എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ദേശങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ വിജയക്കൊടി ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമാണത്. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അത് പൂർണ്ണമായ ഒരു അവസ്ഥയിലെത്തുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്നെ പ്രവചനം ചെയ്യുന്നുണ്ട്. അതായത് പടിഞ്ഞാറൻ ദേശങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ഉയരുന്ന ദീനുൽ ഇസ്ലാം ആ ദേശങ്ങളിൽ നിന്ന് ഉദിച്ചു വരുന്ന ഒരു കാലഘട്ടം, അത് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരുപാട് ക്രൈസ്തവ പള്ളികളെല്ലാം മുസ്ലിം പള്ളികളായി മാറുന്നു. അവിടെ ക്രിസ്തീയ വിശ്വാസികളും യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ഓരോ വർഷവും മില്യൺ കണക്കിന് ആളുകൾ വെച്ചിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരുന്നു. ഏറ്റവും വേഗത്തിൽ വളരുന്ന ഏറ്റവും വേഗത്തിൽ വളരുന്ന റിലീജിയൻ ഏതാണെന്ന് പരിശോധിച്ചാൽ ഇസ്ലാമാണെന്ന് കാണാൻ സാധിക്കും. അതും വെറും ഇസ്ലാമല്ല ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്നത്, യഥാർത്ഥ ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്നത്. അത് പരിശോധിക്കാൻ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇസ്ലാമിക് സെക്റ്റ് ഏതാണെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ, ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇസ്ലാമിക് സെക്റ്റ് ഏതാണെന്ന് അടിച്ചു നോക്കിയാൽ അത് യഥാർത്ഥ ദീനാണെന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഒരു 2 മിനിറ്റിന് നമ്മളിപ്പോൾ പറഞ്ഞതല്ല, ഈ ആകാശത്തിൽ കത്തിജ്വലിക്കുന്ന യഥാർത്ഥ സൂര്യൻ, ആ സൂര്യൻ പോയിട്ട് പടിഞ്ഞാറ് ഉദിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്നുള്ള പ്രവചനത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നവർ ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അൽ ഫത്ഹ് സൂറത്തിലെയും അഹ്സാബ് സൂറത്തിലെയും 2 ആയത്തുകൾ ഈ ഹദീസിന് വിരുദ്ധമാവും എന്നുള്ളത് മാത്രമല്ല, അതായത് ഞാൻ എൻ്റെ നടപടിക്രമത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യുകയില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനം. അള്ളാഹുവിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വചനമാണെന്ത്? ഞാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ ഒരു നടപടിക്രമമുണ്ട്, അള്ളാഹുവിൻ്റെ സുന്നത്ത്, ആ സുന്നത്തിന് വിരുദ്ധമായി അവൻ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളത്. അപ്പോൾ അതവിടെ വൈരുദ്ധ്യം സൃഷ്ടിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കത്തിജ്വലിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും എന്നുള്ളത് എത്രത്തോളം ശാസ്ത്രത്തിനും യുക്തിക്കും വിരുദ്ധമാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്കറിയാം, ഭൂമി സൂര്യനെ ചുറ്റുന്ന ദിശയുടെ അടിസ്ഥാനത്തിലാണ് കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നതായിട്ടും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇടത്തു നിന്നും വലത്തോട്ടാണ് സൂര്യനെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ കാരണത്താലാണ് കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നതും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതും. ഇനി പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കണമെങ്കിൽ ഈ കിഴക്ക് നിന്ന് വലത്തോട്ട് ചുറ്റുന്ന ഭൂമി വലത്ത് നിന്നും ഇടത്തോട്ട് ചുറ്റേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ ഇടത്തു നിന്ന് വലത്തോട്ട് ചുറ്റുന്ന ഭൂമി വലത്ത് നിന്ന് ഇടത്തോട്ട് സഞ്ചരിച്ചാൽ എന്തെല്ലാം പ്രശ്നമാണ് അവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ഭൂഗുരുത്വാകർഷണ ബലത്തിൽ വ്യത്യസ്തത വരും, ഇലക്ട്രോണിക് ചാർജിൽ വ്യത്യാസം വരും, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വ്യത്യാസം വരും. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വായുവിൻ്റെ പ്രവാഹത്തിനനുസരിച്ചാണ്, കാറ്റിനനുസരിച്ചാണ്. ഈ പ്ലാനറ്റിൻ്റെ, ഈ ഗ്രഹത്തിൻ്റെ സഞ്ചാരപഥത്തിലുള്ള വ്യത്യാസം നമ്മുടെ കാറ്റിനെയും വായു പ്രവാഹത്തെയും നമ്മുടെ അന്തരീക്ഷ മണ്ഡലത്തെയും ഇത് സ്വാധീനിക്കുന്നുണ്ട്.
ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അന്റാർട്ടിക്കയും ആർട്ടിക്കും പോലുള്ള പ്രദേശങ്ങളിലെ വെള്ളം ഇങ്ങനെ ഒരു ദിശാമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഉരുകുകയും ഭൂമിയിലെ ജലനിരപ്പ് കൂടുകയും സുനാമിയും വെള്ളപ്പൊക്കവും ഉണ്ടാവുകയും പെട്ടെന്ന് ഒരു എർത്ത് കേക്ക് ഉണ്ടാവുകയും ഭൂമി അതോടുകൂടി തന്നെ നശിക്കും. ഭൂമിയിലുള്ള ഒരു കുട്ടിയും ജീവനോടല്ലാതെ നശിക്കും. അത് മാത്രമാണോ? ഭൂമിക്ക് മാത്രമാണോ? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനനുസരിച്ചാണ് ചന്ദ്രൻ്റെ സഞ്ചാരപഥം ഉള്ളത്. ഈ ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലത്തിൽ മാറ്റം വരും. ഒന്നെങ്കിൽ ചന്ദ്രൻ ഭൂമിയോട് അടുക്കും, അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വിട്ടുപോകുന്നതാണ്. ഇത് സംഭവിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരു നടപടിക്രമമുണ്ട്, ഒരു ചക്രമുണ്ട്. അതിൽ പൂർണ്ണമായിട്ടും വ്യതിചലനം വരികയാണ്, പൂർണ്ണമായും അതിൽ വ്യത്യാസം വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാൻ ഒരു നിമിഷം ശ്രമിക്കുന്നതോടുകൂടി തന്നെ പ്രപഞ്ചം ഒന്നായിട്ട് ചുരുട്ടിക്കൂട്ടി നശിക്കും എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ഓക്കെ. ഇങ്ങനല്ല. നമ്മുടെ ഉസ്താദുമാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, 72 മണിക്കൂർ അങ്ങനെ ഭൂമിയിലാകെ ഇരുട്ടായിരിക്കും, പിന്നീട് വീണ്ടും കിഴക്കുദിക്കും, പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രത്തിനും യുക്തിക്കും പരിശുദ്ധ ഖുർആനും വിരുദ്ധമാണ് ഈ കത്തിജ്വലിക്കുന്ന യഥാർത്ഥ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ സിറാജു മുനീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പടിഞ്ഞാറൻ ദേശങ്ങളിലുള്ള വിജയത്തെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കാനാണ് കാരണമാവേണ്ടത്. ഒരു കാരണവശാലും പരിശുദ്ധ ഖുർആനെ നമ്മൾ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിയത് നമ്മുടെ പണ്ഡിതന്മാരാണ്. നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ നമ്മളെ വിമർശിക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാർ, ആകാശത്തിന് കീഴിലെ നികൃഷ്ട ജീവികളായ നമ്മുടെ പണ്ഡിതന്മാർ ഇസ്ലാമിനെ മുന്നോട്ട് വെച്ച രീതി അനുസരിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു യഥാർത്ഥ ഇൽമ ലഭിച്ചു എന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, യഥാർത്ഥ ഇസ്ലാമിനെ എല്ലാവരിലോട്ട് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.